ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമുക്ക് ഇനി ചെയ്യാനുള്ളത് കുറച്ച് പ്രോബ്ലംസ് ആണ്. ടെക്സ്റ്റിൽ കുറച്ച് പ്രോബ്ലംസ് നമുക്ക് സോൾവ് ചെയ്യാൻ വേണ്ടി തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഏകദേശം 8ഓളം ക്വസ്റ്റ്യൻസ് നമുക്ക് സോൾവ് ചെയ്യാൻ വേണ്ടി തന്നിട്ടുണ്ട്. ഇതിൽ ഫസ്റ്റ് 4 ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താ നോക്കാം. Priya bought a bag and a pair of slippers for 1100 rupees. The bag cost 300 rupees more than the slippers. What is the price of the slippers and the price of the bag? അതായത് പ്രിയ ഒരു ബാഗും ഒരു പെയർ ഓഫ് സ്ലിപ്പേഴ്സും 1100 റുപ്പീസിന് വാങ്ങിയിട്ടുണ്ട്. ബാഗിൻ്റെ കോസ്റ്റ് സ്ലിപ്പേഴ്സിനേക്കാളും 300 റുപ്പീസ് കൂടുതലാണ്. അങ്ങനെയാണെങ്കിൽ സ്ലിപ്പേഴ്സിൻ്റെ പ്രൈസ് എന്ത്, ബാഗിൻ്റെ പ്രൈസ് എന്ത്? അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ഞാനിവിടെ ഓൾജിബ്ര മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ഓൾജിബ്ര മെത്തേഡ് യൂസ് ചെയ്തിട്ട് ചെയ്യുമ്പോൾ നമ്മളറിയാം രണ്ട് വേരിയബിൾസ് കൊടുത്തിട്ടാണ് അസൈൻ ചെയ്തിട്ടാണ് നമ്മളിത് ചെയ്യുക. അപ്പം ഞാനിവിടെ ബാഗിൻ്റെ പ്രൈസിനെ എക്സ് ആയിട്ട് എടുക്കും. അതായത് ലെറ്റ് ദ പ്രൈസ് ഓഫ് എ ബാഗ് ഈക്വൽ ടു എക്സ്. അതുപോലെയുള്ള നമുക്ക് മറ്റൊരു സംഭവമാണ് സ്ലിപ്പേഴ്സ് അല്ലേ, അതുകൊണ്ട് സ്ലിപ്പേഴ്സിനെ വൈ ആയിട്ട് കൊടുക്കുന്നു. അപ്പോൾ ലെറ്റ് ദ പ്രൈസ് ഓഫ് എ ബാഗ് ഈക്വൽ ടു എക്സ് ആൻഡ് ലെറ്റ് ദ പ്രൈസ് ഓഫ് എ പെയർ ഓഫ് സ്ലിപ്പേഴ്സ് ഈക്വൽ ടു വൈ. ബാഗിൻ്റെ പ്രൈസ് എക്സും സ്ലിപ്പേഴ്സിൻ്റെ പ്രൈസ് വൈ. ഇനി നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുണ്ട് എന്ത്, ബാഗും സ്ലിപ്പേഴ്സും കൂടി ചേർന്ന് 1100 റുപ്പീസ് ആണ് അയാൾക്ക് കോസ്റ്റ് ആയത്. അയാൾ രണ്ടും കൂടി 1100 റുപ്പീസിനാണ് വാങ്ങിയത്. അതായത് ബാഗിൻ്റെ പ്രൈസ് പ്ലസ് സ്ലിപ്പേഴ്സിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 1100 ആണ്. ഇവിടെ ബാഗ് എന്ന് പറയുന്നത് എക്സും സ്ലിപ്പേഴ്സ് വൈയും. അപ്പോൾ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 1100. അതേപോലെ ഇവിടെ തന്നിരിക്കുന്ന വേറൊരു കണ്ടീഷനാണ് എന്ത്, ബാഗിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് സ്ലിപ്പേഴ്സിനേക്കാളും 300 റുപ്പീസ് കൂടുതലാണ്. അപ്പോൾ എന്തെഴുതും, പ്രൈസ് ഓഫ് എ ബാഗ് ഈക്വൽ ടു 300 പ്ലസ് പ്രൈസ് ഓഫ് ദ സ്ലിപ്പേഴ്സ് എന്ന് എഴുതാം. അതായത് എക്സ് ഈക്വൽ ടു 300 പ്ലസ് വൈ. ഓക്കെ, എക്സ് എന്ന് പറയുന്നത് ബാഗിൻ്റെ പ്രൈസ്, വൈ എന്ന് പറയുന്നത് സ്ലിപ്പേഴ്സിൻ്റെ പ്രൈസ്. അപ്പോൾ എക്സ് ഈക്വൽ ടു 300 പ്ലസ് വൈ എന്ന് എഴുതാം. ഇതിൽ നിന്ന് നമുക്ക് എന്ത് എഴുതാം, എക്സ് ഇവിടെയുള്ള പ്ലസ് വൈ ഇപ്പുറത്തേക്ക് വരുമ്പോൾ മൈനസ് വൈ ഈക്വൽ ടു 300 എന്ന് എഴുതാം. അപ്പോൾ ഇവിടെ നമുക്ക് രണ്ട് ഇക്വേഷൻസ്, അതായത് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 1100 എന്ന് പറയുന്നത് ഒരു ഇക്വേഷൻ, അതുപോലെ എക്സ് മൈനസ് വൈ ഈക്വൽ ടു 300 എന്ന് പറയുന്നത് മറ്റൊരു ഇക്വേഷൻ. ഈ രണ്ട് ഇക്വേഷൻസ് വെച്ചിട്ടാണ് ഇനി നമ്മൾ ഇതെങ്ങനെയാണ് സോൾവ് ചെയ്യുന്നതെന്ന് കാണാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 1100 എന്ന് പറയുന്നതും എക്സ് മൈനസ് വൈ ഈക്വൽ ടു 300 എന്ന് പറയുന്നതും ഓരോ ഇക്വേഷനായിട്ട് എടുക്കുന്നു. ഒന്നാമത്തെ ഇക്വേഷൻ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 1100, അതേപോലെ രണ്ടാമത്തെ ഇക്വേഷനായിട്ട് എക്സ് മൈനസ് വൈ ഈക്വൽ ടു 300 എന്ന് പറഞ്ഞിട്ട് എടുത്തു. ഇനി ഈ രണ്ട് ഇക്വേഷൻസ് തമ്മിൽ എന്താ ചെയ്താൽ നമുക്ക് കിട്ടുക നമ്മൾ നോക്കുക. അതായത് എക്സും എക്സും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 2x കിട്ടും. പ്ലസ് വൈ എന്ന് പറയുമ്പോൾ എന്താവും, എങ്ങനെയാണ് നമുക്ക് സോൾവ് ചെയ്യാൻ, അതായത് ഏതെങ്കിലും ഒരു വാരിയബിൾ കട്ടാകുന്ന രീതിയിൽ വേണം നമ്മളിത് സോൾവ് ചെയ്യാൻ. അപ്പോൾ ഇവിടെ നമ്മൾ ഒന്നാമത്തെ ഇക്വേഷൻ രണ്ടാമത്തെ ഇക്വേഷനായിട്ട് മൈനസ് ആണോ, അല്ല പ്ലസ് തന്നെയാണ് ചെയ്യുന്നത്. രണ്ടാമത്തെ ഇക്വേഷൻ ഒന്നാമത്തെ ഇക്വേഷൻ പ്ലസ് ചെയ്യുമ്പോൾ ആദ്യത്തേത് എക്സ് പ്ലസ് എക്സ് എന്ന് പറയുന്നത് 2x. ഓക്കെ, എക്സ് പ്ലസ് എക്സ് ഈക്വൽ ടു 2x എന്ന് കിട്ടും. പിന്നെ അടുത്ത വേരിയബിൾ നോക്കുക, പ്ലസ് വൈ പ്ലസ് മൈനസ് വൈ. അപ്പോൾ പ്ലസ് വൈ പ്ലസ് മൈനസ് വൈ പ്ലസ് വൈ മൈനസ് വൈ, വൈ മൈനസ് വൈ എന്നത് 0 ആയി. അപ്പോൾ വൈ അവിടെ ക്യാൻസലായി. അങ്ങനെ വേണം നമ്മളിത് സോൾവ് ചെയ്യാൻ. അതായത് ഏതെങ്കിലും ഒരു വേരിയബിൾ കംപ്ലീറ്റ്ലി പോവാം. അപ്പോൾ ഇവിടെ വൈയുടെ വാല്യൂ മൊത്തമായിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് 2x, അതായത് എക്സിൻ്റെ വാല്യൂ മാത്രമേ നോക്കണ്ടൂ. അപ്പം എക്സ് പ്ലസ് എക്സ് ഈക്വൽ ടു 2x പ്ലസ് വൈ മൈനസ് വൈ ഈക്വൽ ടു 0. അടുത്തത് ഈക്വൽ ടു 1100 പ്ലസ് 300, അതായത് 2x ഈക്വൽ ടു 1400 എന്ന് കിട്ടും. ഓക്കെ, 2x ഈക്വൽ ടു 1400. 2x ഈക്വൽ ടു 1400 ആണെങ്കിൽ x എന്താ, 1400 ഡിവൈഡഡ് ബൈ 2, അതായത് 700. അപ്പോൾ എക്സിൻ്റെ വാല്യൂ കിട്ടി 700. ഇങ്ങനെയാണെങ്കിൽ സ്ലിപ്പേഴ്സിൻ്റെ പ്രൈസ് എന്താ, എൻ്റെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, അല്ല നമ്മൾ കണ്ടീഷൻ പ്രകാരം ഇവിടെ എഴുതിയിട്ടുണ്ട് എന്ത്, എക്സ് മൈനസ് വൈ ഈക്വൽ ടു 300 എന്ന് എഴുതിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്തെഴുതാം, എക്സ് എന്ന് പറയുന്നത് എക്സ് മൈനസ് വൈ ഈക്വൽ ടു 300 എന്നാണ് നമ്മുടെ കണ്ടീഷൻ. അപ്പോൾ ഇവിടെ എന്തെഴുതാം, എക്സ് മൈനസ് വൈ ഈക്വൽ ടു 300, അതായത് എക്സിൻ്റെ വാല്യൂ 700 ആണ്. അപ്പോൾ 700 മൈനസ് വൈ ഈക്വൽ ടു 300.
അതായത് 700 മൈനസ് 300 ഈക്വൽ ടു വൈ. അതായത് ഇവിടെയുള്ള +300 ഇപ്പുറത്തേക്ക് വരുമ്പോൾ മൈനസ് ആയി, ഇവിടെയുള്ള -y അപ്പുറത്തേക്ക് വരുമ്പോൾ y ആയി. അപ്പോൾ വൈയുടെ വാല്യൂ എന്താ? 700 മൈനസ് 300 ഈക്വൽ ടു 400 ആണ് വൈയുടെ വാല്യൂ. ക്ലിയർ ആണല്ലോ? അപ്പോൾ എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 700 കിട്ടി, വൈയുടെ വാല്യൂ എന്ന് പറയുന്നത് 400 കിട്ടി. നമ്മുടെ കണ്ടീഷനിൽ പ്രൈസ് ഓഫ് എ ബാഗ് ആണ് എക്സ് എന്ന് പറയുന്നത്, പ്രൈസ് ഓഫ് സ്ലിപ്പേഴ്സ് ആണ് വൈ. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? പ്രൈസ് ഓഫ് ബാഗ് ഈക്വൽ ടു എക്സ് ഈക്വൽ ടു 700. അടുത്തത് പ്രൈസ് ഓഫ് സ്ലിപ്പേഴ്സ് അതായത് വൈ ഈക്വൽ ടു 400. 300 എന്നാണ് ഞാൻ അവിടെ എഴുതിയിട്ടുള്ളത് അല്ലേ, അത് 400 ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ സം ഓഫ് ടു നമ്പേഴ്സ് ഈസ് 26 ആൻഡ് ദർ ഡിഫറൻസ് ഈസ് 4. വാട്ട് ആർ ദ നമ്പേഴ്സ്? അതായത് രണ്ട് നമ്പേഴ്സിൻ്റെ സമ്മ് 26 ആണ്, അതിന് ഡിഫറൻസ് 4 ആണ്. അങ്ങനെയാണെങ്കിൽ ആ നമ്പേഴ്സ് ഏതൊക്കെ? അപ്പോൾ ഇവിടെ രണ്ട് നമ്പേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ രണ്ട് നമ്പേഴ്സിനെയും ഓരോ വേരിയബിൾ നെയിം വെച്ചിട്ട് കോൾ ചെയ്യും. അപ്പോൾ ഇവിടെ ലെറ്റ് ദ നമ്പേഴ്സ് ബി എക്സ് ആൻഡ് വൈ. അതായത് രണ്ട് നമ്പേഴ്സ് ഉണ്ട്, ആ രണ്ട് നമ്പേഴ്സിനെ എക്സും വൈ ആയിട്ട് എടുക്കുന്നു. ഒരു നമ്പർ എക്സ്, മറ്റു നമ്പർ വൈ. ഇനി നമ്മുടെ കണ്ടീഷൻ, നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു? ആ രണ്ട് നമ്പേഴ്സ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 26 കിട്ടും. അതായത് എക്സ് പ്ലസ് വൈ ചെയ്ത് കഴിഞ്ഞാൽ 26 കിട്ടും. അതുപോലെ അത് ഡിഫറൻസ് ആണെങ്കിൽ അത് 4 ആണ് കേട്ടോ. അതായത് എക്സ് മൈനസ് വൈ എന്ന് പറയുന്നത് 4 ആണ്. അങ്ങനെയാണെങ്കിൽ നമ്പർ ഏതൊക്കെയെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ ചെയ്യാം? നേരത്തെ പോലെ രണ്ട് ഇക്വേഷൻ ആയിട്ട് എടുത്തിട്ട് തന്നെ നമുക്ക് വേണമെങ്കിൽ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇവിടെ ഞാൻ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 26 എന്ന് പറയുന്നതും എക്സ് മൈനസ് വൈ ഈക്വൽ ടു 4 എന്ന് പറയുന്നതും രണ്ട് ഇക്വേഷൻ ആയിട്ട് എടുക്കുന്നു. എന്നിട്ട് ഇവ രണ്ടും തമ്മിൽ എന്ത് ചെയ്യുന്നു? എന്ത് ചെയ്താലാണ് കിട്ടുക? പ്ലസ് ചെയ്താൽ മതി അല്ലേ? അപ്പോൾ എക്സ് പ്ലസ് എക്സ് ഈക്വൽ ടു 2x, 2x ഈക്വൽ ടു 26 പ്ലസ് 4 എന്ന് പറയുന്നത് എന്താ? 26 പ്ലസ് 4 30 ആണ്. അതായത് പ്ലസ് വൈ മൈനസ് വൈ നേരത്തതുപോലെ ക്യാൻസൽ ആയി. അപ്പോൾ 2x ഈക്വൽ ടു 30. അപ്പോൾ എക്സ് എന്താ? എക്സ് ഈക്വൽ ടു 30 ഡിവൈഡഡ് ബൈ 2 ഈക്വൽ ടു 15. അപ്പം എക്സ് 15 ആണെന്ന് കിട്ടി. അപ്പോൾ വൈ കാണാൻ എന്ത് ചെയ്താൽ മതി? എക്സ് മൈനസ് വൈ ഈക്വൽ ടു 4 എന്ന് പറയുന്ന ഇക്വേഷനിൽ ഒന്നെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, അല്ലെങ്കിൽ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 26 എന്ന് പറയുന്ന ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പം ഞാനിവിടെ എക്സ് മൈനസ് വൈ ഈക്വൽ ടു 4 എന്ന് പറയുന്ന ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ എക്സ് മൈനസ് വൈ ഈക്വൽ ടു 4 എന്നുള്ളതിൽ എക്സിൻ്റെ സ്ഥാനത്ത് 15 കൊടുക്കുന്നു. അപ്പോൾ 15 മൈനസ് വൈ ഈക്വൽ ടു 4, അതായത് 15 മൈനസ് 4 ഈക്വൽ ടു വൈ. അതായത് പ്ലസ് 4 ഇപ്പുറത്തേക്ക് വരുമ്പോൾ -4, അതുപോലെ മൈനസ് വൈ അപ്പുറത്തേക്ക് പോകുമ്പോൾ വൈ പ്ലസ് വൈ. അപ്പോൾ 15 മൈനസ് 4 ഈക്വൽ ടു വൈ. അപ്പോൾ വൈ എന്താ? 11 ആണ്. അപ്പോൾ വൈയുടെ വാല്യൂ 11 കിട്ടി, എക്സിൻ്റെ വാല്യൂ 15 കിട്ടി. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഇങ്ങനെയാണ് നമ്മളിത് ചെയ്യുന്നത്. ഇപ്പോൾ രണ്ട് നമ്പേഴ്സ് എക്സും വൈയും ആയിരുന്നു. ആ രണ്ട് നമ്പേഴ്സ് ഒന്ന് 15ഉം മറ്റേത് 11ഉമാണ്. ഇത് രണ്ടും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 26 കിട്ടും. അതുപോലെ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 4 കിട്ടും. എക്സ് ഈക്വൽ ടു 15, വൈ ഈസ് ഈക്വൽ ടു 4 എന്ന് കിട്ടി, 11 കിട്ടി. ഓക്കെ, ക്ലിയർ ആണല്ലോ? അടുത്ത ദിവസം നോക്കാം. The perimeter of a rectangle is 40 centimeter and one side is 8 centimeter longer than the other. Calculate the length of the side. അതായത് ഒരു റെക്റ്റാങ്കിളിൻ്റെ പെരിമീറ്റർ എന്ന് പറയുന്നത് 40 സെൻറ്റിമീറ്റർ ആണ്. അതിൻ്റെ ഒരു സൈഡ് മറ്റേ സൈഡിനേക്കാളും 8 സെൻറ്റിമീറ്റർ ലോങ്ങർ ആണ്. അങ്ങനെയാണെങ്കിൽ സൈഡിൻ്റെ ലെങ്ത് കണ്ടുപിടിക്കും. അപ്പോൾ ഇവിടെ ഞാൻ രണ്ട് സൈഡ് ഉണ്ട്. അപ്പോൾ ലെങ്ത്തും ബ്രെഡ്ത്തും ആയിരിക്കും ഒരു റെക്റ്റാങ്കിളിൻ്റെ സൈഡ്. അപ്പോൾ ലെങ്ത് ഓഫ് ദ റെക്റ്റാങ്കിളിനെ എക്സ് ആയിട്ട് എടുക്കുന്നു. ലെറ്റ് ദ ലെങ്ത് ഓഫ് എ റെക്റ്റാങ്കിൾ ഈക്വൽ ടു എക്സ്. അതുപോലെ ലെറ്റ് ബ്രെഡ്ത്ത് ഓഫ് ദ റെക്റ്റാങ്കിൾ
ഈക്വൽ ടു വൈ. ഓക്കെ, അപ്പം ലെങ്ത് എക്സ് ആയിട്ടും ബ്രെഡ്ത്ത് വൈ ആയിട്ടും എടുത്തു. ഇനി നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഓർമ്മയുണ്ടോ? എന്തൊക്കെയായിരുന്നു? ഏതോ ഒരു ലെങ്ത് എന്ന് പറയുന്നത് ഒരു റെക്റ്റാങ്കിളിൻ്റെ ഒരു സൈഡ് 8 സെൻറ്റിമീറ്റർ ലോങ്ങർ ആണ് അത്. അതായത് നമുക്കറിയാം നമ്മുടെ റെക്റ്റാങ്കിൾ എന്ന് പറയുമ്പോൾ എന്താണ്? ലെങ്ത് വലിയ സൈഡും ബ്രെഡ്ത്ത് കുറച്ച് കുഞ്ഞു സൈഡുമാണ്. ഓക്കെ, അതുപോലെ നമ്മളോട് വേറെ എന്ത് പറഞ്ഞിട്ടുണ്ട്? പെരിമീറ്റർ എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പെരിമീറ്റർ എന്ന് പറയുന്നത് എന്താ? പെരിമീറ്റർ ആൻഡ് ഇക്വേഷൻ എന്താ? പെരിമീറ്റർ എന്ന് പറയുമ്പോൾ ടോട്ടൽ ലെങ്ത്, അതായത് ഒരു റെക്റ്റാങ്കിളിന് 2 ലെങ്ത്തും 2 ബ്രെഡ്ത്തുമാണ്. അപ്പോൾ 2 × x + 2 × y ആണ്. അതിന് നമുക്ക് 2 × x + y എന്ന ഒരു കണ്ടീഷൻ, അതായത് 2 × l + b ആണ് പെരിമീറ്റർ ആൻഡ് ഇക്വേഷൻ. അപ്പോൾ ഇവിടെ പെരിമീറ്റർ എത്ര തന്നിട്ടുണ്ട്? 40 ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ 2 × x + y = 40 എന്ന് എഴുതാം. അതായത് x + y = 40 / 2 20 എന്ന് കിട്ടി. ഓക്കെ, ഇനി നമ്മുടെ ഒരു കണ്ടീഷൻ ഉണ്ടായിരുന്നു. എന്ത്? ലെങ്ത് എന്ന് പറഞ്ഞത് 8 സെൻറ്റിമീറ്റർ ലോങ്ങർ ആണ് ബ്രെഡ്ത്തിനേക്കാളും. അപ്പോൾ എന്താവും? ലെങ്ത് ഈക്വൽ ടു 8 + ബ്രെഡ്ത്ത് ആണ്. ലെങ്ത് എന്ന് പറയുന്നത് ഇവിടെ എക്സ് ആണ്. അപ്പോൾ x = 8 + y എന്ന് എഴുതാം. ഇനി നമുക്ക് എന്ത് എഴുതാം? x - y = 8 എന്ന് എഴുതാം. പ്ലസ് y ഇപ്പുറത്തേക്ക് വരുമ്പോൾ -y. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് നേരത്തെ പോലെ 2 ഇക്വേഷൻസ് കിട്ടി. x + y = 20 x - y = 8. ഓക്കെ, ഇനി ഈ ഒരു 2 ഇക്വേഷൻസ് വെച്ചിട്ടാണ് നമ്മളിത് സോൾവ് ചെയ്യുന്നത്. അപ്പോൾ x + y = 20 ആണ്, x - y = 8 ആണ്. ഈ 2 ഇക്വേഷൻസ് നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? 2x + y - y നേരത്തെ പോലെ ക്യാൻസൽ ആകും. അപ്പോൾ 2x = ശരിക്കും ഇത് 2x + y - y എന്ന് പറയുമ്പോൾ 0. അപ്പോൾ 2x = 20 + 8, അതായത് 20. അപ്പോൾ x എന്താ? x = 28/2 = 40. ഓക്കെ, അപ്പം x 14 ആണെന്ന് കിട്ടി. ഇനി y കാണാൻ എന്ത് ചെയ്താൽ മതി? x - y = 8 എന്ന് പറയുന്ന ഇക്വേഷനിൽ എക്സിൻ്റെ സ്ഥാനത്ത് 14 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് y-ൻ്റെ വാല്യൂ കിട്ടും. x - y = 8, ഇവിടെ എക്സിൻ്റെ സ്ഥാനത്ത് 14 ആണ്. അപ്പോൾ 14 - y = 8, അതായത് 14 - 8 = y, അതായത് -y അപ്പുറത്തേക്ക് പോകുമ്പോൾ +y ആയി, +8 ഇപ്പുറത്തേക്ക് വരുമ്പോൾ -8 ആയി. അപ്പോൾ 14 - 8 = y, അതായത് y = 14 - 8 എത്രയാണ്? 6. അപ്പം എക്സിൻ്റെ വാല്യൂ 14ഉം വൈയുടെ വാല്യൂ 6ഉം കിട്ടി. x = 14, y = 6. ഓക്കെ, അതായത് എക്സ് എന്തായിരുന്നു? ലെങ്ത് ആണ്. y എന്ന് പറയുന്നത് ബ്രെഡ്ത്ത് ആണ്. ഓക്കെ, അടുത്തത് a wire 3.5 meter long is to be cut into 2 pieces with one piece bent into a square and the other into an equilateral triangle. The length of the side of both must be the same. How should the wire be cut? അതായത് ഒരു വയർ 3.5 നീളമുള്ള ഒരു വയറുണ്ട്. അത് 2 പീസായിട്ട് കട്ട് ചെയ്യുന്നു. ഇനി അത് എന്ത് ചെയ്യുന്നു? അത് പീസാക്കി കട്ട് ചെയ്യില്ല. അതായത് ഒരു പീസ് സ്ക്വയർ ആയിട്ടും മറ്റേ പീസ് ഒരു ഇക്വലേറ്ററൽ ട്രയാങ്കിൾ ആയിട്ടും ബെൻഡ് ചെയ്തു. ഇനി ഇതിൻ്റെ രണ്ടിൻ്റെയും ലെങ്ത് സെയിം ആണ്. അങ്ങനെയാണെങ്കിൽ വയർ എങ്ങനെയാണ് കട്ട് ചെയ്തിട്ടുള്ളത്? ലെങ്ത് ഓഫ് ദ സൈഡ് ഓഫ് ബോത്ത്, അതായത് നമ്മളൊരു സ്ക്വയറും ഒരു ട്രയാങ്കിൾ വരച്ചല്ലോ, അതിലുള്ള ഓരോന്നിൻ്റെയും ലെങ്ത് സെയിം ആണ്, ഓരോ സൈഡിൻ്റെയും ലെങ്ത് സെയിം ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതെങ്ങനെയായിരിക്കും എന്നാണ് നമുക്ക് നോക്കേണ്ടത്. ഇതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മളോട് പറഞ്ഞു വയറിൻ്റെ ലെങ്ത് 350 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ഞാനിവിടെ ഒരു വയർ കൺസിഡർ ചെയ്യുക. ഇതൊരു വയറാണെന്ന് വിചാരിക്കുക. ഇതിൻ്റെ ലെങ്ത് 350 സെൻറ്റിമീറ്റർ ആണ്.
ഇനി ഞാനിത് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു സ്ക്വയർ ആയിട്ടും ഒരു ഇക്വലേറ്ററൽ ട്രയാങ്കിൾ ആയിട്ടും കട്ട് ചെയ്യുന്നുണ്ടെന്നല്ല, ഇത് പീസ് ആക്കിയിട്ട് ബെൻഡ് ചെയ്തിട്ട് ഒരു ട്രയാങ്കിളും ഒരു ഇക്വലേറ്റർ ട്രയാങ്കിളും ഒരു സ്ക്വയറും ഫോം ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ലെങ്ത് ഓഫ് എ വയർ ഈക്വൽ ടു 350 ആണ് അതിനാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഇനി എന്താ ചെയ്യുന്നത്? ഞാൻ ഈ ഒരു ലെങ്ത് കൊണ്ട്, ഈ ഒരു വയറിൻ്റെ ലെങ്ത് കൊണ്ട് ബെൻഡ് ചെയ്തിട്ട് എന്തുണ്ടാക്കുന്നുണ്ട്, ഒരു സ്ക്വയർ ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ഇക്വലേറ്ററൽ ട്രയാങ്കിളും ഫോം ചെയ്യുന്നുണ്ട്. സ്ക്വയറിൻ്റെ പ്രത്യേകത എന്താ? 4 സൈഡ്സ് ഈക്വൽ ആയിരിക്കും. അതുപോലെ ഇക്വലേറ്ററൽ ട്രയാങ്കിളിൻ്റെയും 3 സൈഡ്സും ഈക്വൽ ആയിരിക്കും. ഇതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ നമ്മളോട് പറഞ്ഞു എല്ലാ സൈഡ്സും ഈക്വൽ ആണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഈ സ്ക്വയറിൻ്റെ ലെങ്ത്ത് ഇക്വലേറ്ററൽ ട്രയാങ്കിളിൻ്റെ ലെങ്ത്തും സൈഡിൻ്റെ ലെങ്ത്തും ഒക്കെ സെയിം ആയിരിക്കും. ഇതിൻ്റെ ടോട്ടൽ, ഈ ഒരു വയറിൻ്റെ ടോട്ടൽ ലെങ്ത് ആണ് 350 എന്ന് പറഞ്ഞിട്ട് തന്നിട്ടുള്ളത്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ലെങ്ത് ഈക്വൽ ടു 350 സെൻറ്റിമീറ്റർ എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. വേറെ നമുക്ക് മെഷർമെൻറ്റ്സ് ഒന്നും തന്നിട്ടില്ല. അപ്പം ലെങ്ത് ഈക്വൽ ടു 350 എന്ന് എഴുതാം. ഇനി എന്ത് എഴുതാം? ഇതിൻ്റെ പെരിമീറ്റർ എടുത്താൽ ചിലപ്പോൾ നമുക്ക് കിട്ടും. അതായത് പെരിമീറ്റർ കാണാമെന്ന് പറയുമ്പോൾ ഒരു സ്ക്വയറിൻ്റെ പെരിമീറ്റർ കാണാൻ എന്ത് ചെയ്താൽ മതി? പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ആ ഒരു ഷേപ്പിൻ്റെ ഫുൾ സൈഡ്സ് മെയ്ഡ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഒരു സ്ക്വയറിൻ്റെ പെരിമീറ്റർ എന്ന് പറയുമ്പോൾ ലെങ്ത് ഇൻറ്റു ലെങ്ത് ഇൻറ്റു ലെങ്ത് ഇൻറ്റു ലെങ്ത്, അതായത് 4 സൈഡ് ആഡ് ചെയ്താൽ മതി. ലെങ്ത് ഇൻറ്റു അല്ല, ലെങ്ത് പ്ലസ്. അപ്പോൾ 4 സൈഡ് ആണുള്ളത്. അപ്പോൾ 4 ഇൻറ്റു എൽ ചെയ്താൽ കിട്ടും. അപ്പോൾ പെരിമീറ്റർ ഓഫ് എ സ്ക്വയർ ഈക്വൽ ടു എന്ത് ചെയ്താൽ മതി? 4 പ്രാവശ്യം ആ ഒരു സൈഡ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി, അല്ലെ ആഡ് ചെയ്താൽ മതി. അപ്പോൾ 4 ഇൻറ്റു ലെങ്ത്തിനെ എക്സ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ 4x പെരിമീറ്റർ. ഇനി ഒരു ഇക്വലേറ്ററൽ ട്രയാങ്കിളിൻ്റെ പെരിമീറ്റർ ആണ് എന്താ മതി? ഇക്വലേറ്ററൽ ട്രയാങ്കിളിൻ്റെ പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താ? ആ ഒരു 3 സൈഡും ആഡ് ചെയ്തതിനാൽ നമുക്ക് ഇക്വലേറ്ററൽ ട്രയാങ്കിളിൻ്റെ പെരിമീറ്റർ കിട്ടും. അപ്പോൾ പെരിമീറ്റർ ഓഫ് ഇക്വലേറ്ററൽ ട്രയാങ്കിൾ ഈക്വൽ ടു 3 ഇൻറ്റു എക്സ്. ലെങ്ത്തിനെ എക്സ് ആയിട്ട് എടുത്തു. അപ്പോൾ പെരിമീറ്റർ ഓഫ് എ സ്ക്വയർ 4x കിട്ടി, പെരിമീറ്റർ ഓഫ് ഇക്വലേറ്ററൽ ട്രയാങ്കിൾ 3x കിട്ടി. ഇതൊക്കെ സെയിം ആണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ രണ്ടിനും ഒരേ വാരിയബിൾ കൊടുത്തത്. ഓക്കെ, ഇനി നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ടോട്ടൽ ലെങ്ത് 350 ആണല്ലോ. അപ്പോൾ എന്ത് ചെയ്യാം നമുക്ക്? 4x + 3x ഈക്വൽ ടു 350 എന്ന് എഴുതിക്കൂടെ? കാരണം ടോട്ടൽ പെരിമീറ്റർ എന്ന് പറയുന്നത് ആ ഒരു വയറിൻ്റെ ടോട്ടൽ ലെങ്ത് ആണ് 350. ആ ഒരു വയർ ബെൻഡ് ചെയ്തിട്ടാണ് 2 പീസാക്കി മാറ്റിയിട്ട് ഒരു ഇക്വലേറ്ററും ഒരു സ്ക്വയറും ഉണ്ടാക്കിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ 4x + 3x ഈക്വൽ ടു 350 എന്ന് എഴുതാം. അതായത് 7x ഈക്വൽ ടു 350, x ഈക്വൽ ടു 350/7 ഈക്വൽ ടു 50. ഓക്കെ, x ഈക്വൽ ടു 350/7 കിട്ടി, അതായത് 50 എന്ന് കിട്ടി. ലെങ്ത്ത് 50. അപ്പോൾ 3 പ്രാവശ്യം 4 സൈഡ്, അപ്പോൾ 4 ഇൻറ്റു 50 എത്രയാണ്? 200 പ്ലസ് 3 ഇൻറ്റു 50 എന്ന് പറയുന്നത് 150. അപ്പോൾ 200 + 150 ഈക്വൽ ടു 350. അങ്ങനെയാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ 350 എന്ന് പറയുന്ന ഒരു ലെങ്ത്തുള്ള ഒരു വയറിനെ 2 ഷേപ്സ് ഉണ്ടാക്കി, ഒരു സ്ക്വയറും ഒരു ഇക്വലേറ്ററൽ ട്രയാങ്കിളും. അതിൽ സ്ക്വയറിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് എന്താണ്? 4 സൈഡ്സും ഈക്വൽ ആയിരിക്കും. ഇക്വലേറ്ററൽ ട്രയാങ്കിളിൻ്റെത് 3 സൈഡ്സും ഈക്വൽ ആയിരിക്കും. അങ്ങനെയാണ് നമ്മളിത് ചെയ്യുക. ഇത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഞാനിവിടെ 4 ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഓക്കെ, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു.